അനക്ക് വിളിച്ചേ? ആ പെണ്ണ് ഇവിടെ ഉണ്ട്. ആ ഓൾക്ക് സമ്മതല്ല എന്താ? ഓന് ചെറുപ്പം മുതലേ കാണണല്ലേ, പിന്നെ ഇപ്പൊ എന്താ? ഓൾക്കും ഇഷ്ടാണ്, ഓൻക്കും ഇഷ്ടായതുകൊണ്ടല്ല ഇപ്പൊ കാണാൻ വരുന്നേ. പേരിനൊരു കാണല് എന്ന് പറഞ്ഞിക്കണോള്. ആ നിശ്ചയം നിക്കാഹൊക്കെ ഉണ്ടാവുമ്പോ അപ്പൊ വരാലല്ലേ. ആ എന്നപ്പൊ ഇനി എന്തായാലും അന്ന് വായോ. എന്തായാലും ഓൻ പോണേന്റെ മുന്നേ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ട് വേണം ഓനക്ക് പോവാനെന്ന് അറിഞ്ഞിന്ന്. ആ ആ അവിടെ ഉണ്ട് പേരക്കുട്ടീനേറ്റ്. ആ ഓളിപ്പോ ഇന്നലെ മുതൽ ക്ലാസ്സിന് പോക്ക് തുടങ്ങിയിരിക്കണ്. ഓളെ വാപ്പ പിന്നെ പറഞ്ഞേക്കല്ലോ, ഞമ്മളെന്ത് പറഞ്ഞാലും ഓൾക്കൊരു വിലയില്ലല്ലോ. എന്തായാലും ഇനിയിപ്പോ റൂബിയുടെ കല്യാണം കഴിയോളല്ലോ അപ്പൊ ഓള് പോവുള്ളൂ. റൂബിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? അപ്പൊ എന്തായാലും ഓളെ പഠിപ്പിക്കാൻ നിർത്തിച്ചു. ആ ആ തള്ളക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ട്. പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങുമൊന്നുമില്ല. ഈ പെരന്റെ ഉള്ളിൽ തന്നെ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഇടങ്ങറാക്കിങ്ങാണ്ടും ഒക്കെ. മകളുണ്ടല്ലോ, മകളെ എടുത്തുക്കൊന്നും പോകൂടിയും ചെയ്യൂല. ആ ഉപദ്രവമൊന്നുമില്ല. പിന്നെ എങ്ങനെ ആ മറ്റേ പെണ്ണിന്റെയും വാക്ക് കേട്ടുങ്ങാണ്ടും അതേപോലെ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തുങ്ങാണ്ടും ഇങ്ങനെ വർത്താനം പറയും. അതന്നെ, അല്ലാതെ വേറെ ഉപദ്രവവും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാൻ നമ്മളെന്തേലും ചെയ്തിട്ട് ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് മുണ്ടാതെ നടക്കണതാ. പിന്നെ എന്തേലൊക്കെ വേണം തിന്നാനും കുടിച്ചാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് എടുത്തു കൊടുക്കും. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. എന്തായാലും ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ ചിലപ്പം കേട്ടുങ്ങാണ്ട് വരും. പിന്നെ അതിനെ കരഞ്ഞ് തിരക്കും പടി ഉണ്ടാവും. തള്ള പറഞ്ഞ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്റെ മാപ്പിള വന്നിട്ട് ഒച്ചയും കൂടി ഉണ്ടാക്കുവേ. എന്നാ ആയിക്കോട്ടെ, എന്നാ ഞാൻ ഓല് വന്ന് പോയിട്ട് വിളിക്കണ്ട് കേട്ടോ. ആ ശരി, എന്നാ ശരി. ഈ പെണ്ണ് ഇതെവിടെ? ഔത്തേ കരഞ്ഞിപ്പോ വിളിക്കണ്ട. പോലിപ്പോ വരുമ്പോത്തിന്. റൂബിയാ, റൂബിയാ, എന്തമ്മാ? ആ പിന്നെ ഇജ്ജ് ഓല് വരുമ്പോത്തിന് വേഗം കുളിച്ച് മാറ്റി കേട്ടോ. ഓല് കുറച്ച് കഴിയുമ്പോ ഉച്ച വരുമ്പോത്തിന് വരും. ഇജ്ജ് വേഗം കുളിക്കാനൊക്കെ നോക്കിക്കോ. ആ ഇനി ഇങ്ങനെ തട്ടി തടഞ്ഞ് നിക്കണ്ട. കുറച്ച് പൗഡർ മേക്കപ്പ് ഒക്കെ ചെയ്താളാ. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഇനി ഓനക്ക് ഇഷ്ടപ്പെടാതിരിക്കണ്ട. ഇത് ഒക്കെ നോക്കൂട്, വേഗം നോക്കൂട്. ഞാൻ അപ്പോത്തിന് അടുക്കളന്റെ ഉള്ളിലത്തെ പണികളൊക്കെ ഒന്ന് കേൾക്കാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. മേക്കപ്പിന്റെ കാര്യം ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിട്ടൊന്നും വേണ്ട. നിങ്ങളെക്കായി അറിയാം നിക്ക്. എന്നാ